ഹലോ നമസ്കാരം. ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് ഇളനീർ കുഴമ്പിനെ കുറിച്ചാണ്. ഇളനീർ കുഴമ്പ് കണ്ണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ആയുർവേദ ഔഷധമാണ് ഇളനീർ കുഴമ്പ്. ഇളനീർ കുഴമ്പിന് മറ്റൊരു പേരും കൂടിയുണ്ട്, അതാണ് ദാർവ്യാധി അഞ്ജനം. അത് എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ളത്, ആ പേര് വന്നതിന്റെ കാരണം നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇതിന്റെ ഉപയോഗിക്കേണ്ട കറക്റ്റ് ആയിട്ടുള്ള രീതി, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പൂർണ്ണമായിട്ടും വീഡിയോ കാണാം. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇളനീർ കുഴമ്പ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ മലയാളീസിനും അറിയാം അത് ഉപയോഗിക്കേണ്ടത് കണ്ണിലാണ് എന്നുള്ളത്. പക്ഷേ കണ്ണിൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഇപ്പോഴും പലവർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. മിക്കവാറും എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന രീതി തെറ്റാവായിട്ട് കാണാറുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാനായിട്ട് കഴിയും. ഇതിനെ പല രീതിയിലും പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദാർവ്യാധി അഞ്ജനം എന്ന് പറയുന്നു, നാളികേര അഞ്ജനം എന്ന് പറയപ്പെടുന്നു. കണ്ണിലെ ആരോഗ്യത്തിന് മാത്രമല്ല, കണ്ണിലെ ഇപ്പോ ആരോഗ്യത്തിനും, അതായത് നമുക്ക് കണ്ണിൽ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ മാത്രമല്ല, കണ്ണിലെ ആരോഗ്യം അതായത് കൃത്യമായിട്ടുള്ള കാഴ്ചശക്തിക്കും ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഔഷധം ഉപയോഗിക്കാവുന്നതാണ്. ഡെയിലി ബേസിസിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ അതിന്റെ അളവ് വ്യത്യാസമുണ്ട്, അതൊക്കെ നമുക്ക് പറയാം. അപ്പോ ആദ്യം പറയേണ്ടത് ഈ ഒരു ദാർവ്യാധി അഞ്ജനം എന്നുള്ള പേര് എങ്ങനെ വന്നു എന്ന് നമുക്കറിയാം. ദാർവ്യാധി അഞ്ജനം എന്ന് പറയുന്നത് അതിൽ ദാർവി എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ഈ ഒരു ഇളനീർ കുഴമ്പിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഇളനീർ കുഴമ്പിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. മരമഞ്ഞളിനെയാണ് നമ്മൾ ദാർവി, അതുപോലെ ദാരു ഹരീദ്ര എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. മലയാളത്തിൽ മരമഞ്ഞൾ എന്ന് വിളിക്കുന്ന ഇൻഗ്രീഡിയന്റ് ആണ്. അതുകൊണ്ടാണ് അതില് ദാർവ്യാധി അഞ്ജനം എന്നുള്ളൊരു പേര് വന്നത്. പിന്നെ അടങ്ങിയിരിക്കുന്നത് ഇരട്ടി മധുരമാണ്. പിന്നെ ത്രിഫല നമുക്ക് എല്ലാവർക്കും അറിയാം. നെല്ലിക്ക, താനിക്ക, കടുക്ക, ഈ 3 ഇൻഗ്രീഡിയൻസ് കൂടി ഇതാണ് ത്രിഫല. ത്രിഫലയും നമുക്ക് കണ്ണിന്റെ എന്താ പറയാ കാഴ്ചശക്തിക്കൊക്കെ അതിവിശേഷമായിട്ടുള്ളതാണ് ത്രിഫല. അപ്പൊ ത്രിഫലയും അതുപോലെ ഇരട്ടി മധുരവും അതേപോലെ മരമഞ്ഞളും അടങ്ങിയിട്ടുള്ള ഈ ഒരു ഔഷധം ഉണ്ടാക്കേണ്ട രീതി ഇവ സമം അളവിലെടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അത് കഷായമാക്കിയിട്ട് പിഴിഞ്ഞ് അതിലേക്ക് നമ്മൾ അരിച്ച് വറ്റിച്ച് അതിനകത്തേക്ക് നമുക്ക് കർപ്പൂരം, അതായത് നമുക്ക് പച്ച കർപ്പൂരത്തിന്റെ പൊടി ചേർക്കാവുന്നതാണ്. അതുപോലെ കുറച്ച് ഇന്ദുപ്പും കൂടി ചേർത്ത് ചെറുതേനിലെ കുഴമ്പായിട്ട് ഇത് നല്ല രീതിയിൽ കുഴമ്പാക്കി എടുക്കുക എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഒരു പരിവം. ഓക്കെ, അത് കുഴമ്പാക്കി എടുത്തിട്ട് ഇതാണ് നമ്മൾ ഇളനീർ കുഴമ്പ് എന്ന് വിളിക്കുന്ന ഈ വിശേഷ ഔഷധം. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട രീതി പലർക്കും അറിയില്ല, അത് നമുക്ക് ഏറ്റവും അവസാനം പറയാം. ഫസ്റ്റ് ബെനിഫിറ്റ്സിലേക്ക് കണക്കാം. എന്തൊക്കെ ഗുണങ്ങളാണ് ഇളനീർ കുഴമ്പിനുള്ളത്? നമ്മുടെ കണ്ണിൽ രോഗങ്ങളുള്ള അവസ്ഥയിൽ മാത്രമല്ല, കാഴ്ചശക്തിക്കും ഉപയോഗിക്കാം എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ കണ്ണിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത്, കണ്ണിൽ ഇപ്പൊ ചൊറിച്ചിലുണ്ട്, അതുപോലെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് വെള്ളം വരുന്നുണ്ട്, അത്തരം അവസ്ഥകൾ, ഇറിറ്റേഷൻസ് ഉണ്ട്, കണ്ണിൽ എപ്പോഴും ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് കൃത്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അധികമായിട്ടുള്ള ചൂട്, ഇപ്പൊ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ചൂടടിക്കുമ്പോൾ കണ്ണിന് ഇറിറ്റേഷൻ വരികയാണ്, അല്ലെങ്കിൽ നമുക്ക് സൺലൈറ്റ് ഇറിറ്റേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചില പുകയുടെ പ്രശ്നം, പുക അടിക്കുന്ന സമയത്ത് നീറ്റമുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇളനീർ കുഴമ്പ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് അൾസറുള്ള കോർണിയയിൽ ഉണ്ടാകുന്ന അൾസറൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ദശ വളരുന്ന ഒരു പ്രശ്നമാണ് ടെറീജിയം, അതായത് കണ്ണിലെ ദശ വളരുന്ന ഒരു പ്രശ്നം. അത്തരം അസുഖമുള്ളവർക്കും ഇളനീർ കുഴമ്പ് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തിമിരമുള്ള കാറ്ററാക്ട് എന്ന് പറയുന്ന അസുഖമുള്ളവർക്ക് തുടക്കത്തിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് തിമിരം വരാതിരിക്കാനും കംപ്ലീറ്റ് ആയിട്ട് ഇത് ക്യൂർ ചെയ്യാനും ഒക്കെ സാധിക്കും. സർജറി വേണ്ട ഒരു അസുഖമാണ് തിമിരം. അപ്പൊ തുടക്കത്തിൽ തന്നെ നമുക്ക് ഇളനീർ കുഴമ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ അതിനെ ചികിത്സിച്ച് ഒരു സർജറിയും കൂടാതെ മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ കണ്ണിലുണ്ടാകുന്ന നീര്, ചുവപ്പ്, ഇതിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ എല്ലാത്തരം റിഫ്രാക്റ്റീവ് എറേഴ്സിനും, മയോപ്പിയ, ഹൈപ്പർ പെട്രോപ്പിയ, പിന്നെ അതേപോലെ അസ്റ്റിഗ്മാറ്റിസം എന്നൊക്കെ പറയുന്ന മയോപ്പിയ, ഹൈപ്പർ മയോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം പോലത്തെ ഒരുപാട് റിഫ്രാക്റ്റീവ് എറേഴ്സ് ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് ഈ ഒരു ഔഷധം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഇത് ഉപയോഗിക്കേണ്ട രീതിയാണ് പലർക്കും അറിയാത്തത്. അപ്പൊ അത് നമുക്ക് പറയാം. ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് വെച്ചാൽ, നമ്മൾ അസുഖങ്ങളൊന്നുമില്ല, നമുക്ക് വെറും കാഴ്ചശക്തിക്ക് മാത്രമേ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ച ഒന്ന് നല്ല ക്ലിയാരിറ്റി വേണം, ഇംപ്രൂവ് ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 1 തുള്ളിയോ 2 തുള്ളിയോ ഇളനീർ കുഴമ്പ് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. പിന്നെ പലരും ഇതൊരു കൺസൾട്ടേഷൻ ഇല്ലാതെ തന്നെ കുറെ നാൾ അടുപ്പിച്ച് ഉപയോഗിക്കുന്നതായിട്ട് കാണാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ കണ്ണുകൾക്ക് ഇത് അഭികാമ്യമാണോ എന്നുള്ളത് നമ്മളൊരു കൺസൾട്ടേഷൻ വഴിയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഡെയിലി ഉപയോഗത്തിന് 1
തുള്ളിയൊക്കെ എടുത്താൽ മതിയാകും. എന്നാൽ ചില കണ്ണുകൾ അത്രയും ഇത് വേണമെങ്കിൽ നമുക്ക് 2 തുള്ളി യൂസ് ചെയ്യാം. അതിലും കൂടുതൽ ഒരിക്കലും നമ്മൾ ഇത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇത് ഉപയോഗിച്ചവർക്കറിയാം ഇതിന് നല്ലൊരു നീറ്റലുണ്ട്. അത് എങ്ങനെയാണ് ഒഴിവാക്കേണ്ടതെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ കാഴ്ചശക്തി കൂട്ടാനും ഞരമ്പുകൾക്കൊക്കെ നല്ല രീതിയിൽ ആ ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് മാറ്റി കിട്ടാനും ഒക്കെ ഈ ഇളനീർ കുഴമ്പ് സഹായിക്കാറുണ്ട്. പിന്നെ അതുപോലെ ചെറിയ കുട്ടികൾക്കും വലിയ മുതിർന്നവർക്കും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷെ നീറ്റലുള്ളത് കൊണ്ട് എപ്പോഴും നമ്മൾ കണ്ണിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒഴിക്കരുത്. അതിന് പകരം നമ്മൾ അഞ്ജനം പോലെ എഴുതുന്നതാണ്. നമ്മൾ കണ്ണിൽ അഞ്ജനം എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. നമ്മൾ കൺമഷിയൊക്കെ എഴുതുന്നതായിട്ട് കാണില്ലേ? കൺമഷി എഴുതുന്ന സമയത്ത് നമ്മളത് ലേശം എടുത്ത് നമ്മൾ കണ്ണിലേക്ക് ഇങ്ങനെ എഴുതുകയാണ് ചെയ്യുന്നത് അല്ലെ? അതേപോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇളനീർ കുഴമ്പ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ പലവരും നമ്മൾ ഡയറക്റ്റ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒഴിക്കുന്നത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു കണ്ണിന്റെ ഏറ്റവും മുന്നിൽ കാണുന്ന ആ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മെംബ്രെയിൻ ആണ് കോർണിയ. അതിൽ 5 ലെയേഴ്സ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? എപ്പിത്തീലിയം വരുന്നുണ്ട്, ബൗമാൻസ് മെംബ്രെയിൻ വരുന്നുണ്ട്, സ്ട്രോമ വരുന്നുണ്ട്, പ്രീ ഡെസിമസ് എന്ന് പറഞ്ഞൊരു മെംബ്രെയിൻ വരുന്നുണ്ട്, ഡെസിമസ് മെംബ്രെയിൻ വരുന്നുണ്ട്, എൻഡോത്തീലിയം മെംബ്രെയിൻ വരുന്നുണ്ട്. ഇങ്ങനെ 5 ലെയേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും മുകളിൽ അല്ലെങ്കിൽ ഏറ്റവും പുറമേ കാണുന്നതാണ് എപ്പിത്തീലിയൽ ലെയർ. അപ്പോൾ ഈ എപ്പിത്തീലിയൽ ലെയറിലേക്കാണ് നമ്മൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ഒഴിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ ഒഴിക്കുന്ന സമയത്ത് എരിച്ചിലുണ്ടാകും. അതുപോലെ തന്നെ ആ ലെയർ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇത് പലർക്കും അറിയില്ല. എല്ലാവരും മിക്കവാറും ആൾക്കാർ ഡയറക്റ്റ് ആയിട്ടാണ് ഒഴിക്കുന്നത്. നമ്മൾ കണ്ണിലേക്ക് ചെറിയ ഡ്രോപ്പ് ഒഴിക്കുന്ന പോലെ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കണ്ണിന്റെ സെന്ററിലേക്കാണ് നമ്മൾ എപ്പോഴും ഇളനീർ കുഴമ്പ് ഉപയോഗിക്കുന്നത്. അത് നിർത്തുക. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കഴിയുമ്പോൾ ഫാനിന്റെ അടിയിൽ പോയി ഇരിക്കുന്നതായിട്ട് കാണാറുണ്ട് നീറ്റൽ കുറയാനായിട്ട്. പക്ഷെ അതങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഫാനിന്റെ അടിയിലൊന്നും ഇരിക്കരുത് കേട്ടോ. കൈ കൊണ്ട് കണ്ണ് തിരുമാനും പാടില്ല. ഒഴിച്ച ഉടനെ തന്നെ നമുക്ക് നീറ്റൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൈ എടുത്ത് കണ്ണ് തിരുമും. അത് നമുക്ക് ബുദ്ധിമുട്ട് ഏറെ ഉണ്ടാക്കും എന്നുള്ളതും കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒഴിക്കുമ്പോൾ കൺപോളകളിന്റെ ഉള്ളിൽ കണ്ടോ, ഇതിന്റെ അടിയിലായിട്ട് വേണം നമ്മൾ ഒഴിക്കാനായിട്ട്. ഡയറക്റ്റ് ഒഴിക്കരുത്. അല്ലെങ്കിൽ അഞ്ജനം പോലെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ ഇതൊരു അഞ്ജന കർമ്മ, ഒരു 7 ക്രിയാകൽപ്പയിൽ വരുന്ന ഒരു സംഭവമാണ് അഞ്ജന കർമ്മ. ആ ഒരു രീതിയിലാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. അത് നമ്മൾ യൂസ് ചെയ്യേണ്ട രീതി, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രീതി എന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് നമ്മൾ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ചൂടുവെള്ളത്തിൽ, ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അത് നമ്മൾ നന്നായി തുടച്ച് വൃത്തിയാക്കുക. നമ്മൾ കണ്ണിന്റെ ഈ മോൾവശവും താഴ്ഭാഗവും ഒക്കെ. എന്നിട്ട് അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി പിടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതിനുശേഷം നമുക്ക് ഈ മീഡിയൽ ക്യാമ്പസിൽ നിന്നാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഒരു 3-6 അതിന് എഴുതി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു എരിച്ചിൽ പോലെ വരും. ആ സമയത്ത് നമ്മൾ 3-6 വട്ടമൊക്കെ ഇങ്ങനെ കണ്ണ് ബ്ലിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഇങ്ങനെ കണ്ണ് നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ തിരിച്ച് ചെയ്യുന്നതും നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ കണ്ണിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ലാക്രിമൽ ഗ്ലാൻഡ് ഒക്കെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യപ്പെടും. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് കണ്ണീര് നല്ല രീതിയിൽ ധാരധാരയായിട്ട് വരാനായിട്ട് തുടങ്ങും. അങ്ങനെ വരുമ്പോൾ കണ്ണീര് വരുമ്പോൾ നമ്മൾ ഒരിക്കലും തടയരുത്. കാരണം കണ്ണീര് തടഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കാം. അപ്പൊ കണ്ണീര് വരട്ടെ, അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കട്ടെ. അത് വന്നതിന് ശേഷമാണ് നമ്മുടെ കണ്ണ് നല്ല രീതിയിൽ ക്ലിയർ ആവുന്നത്. ഓക്കെ. അതിനുശേഷം ഒരിക്കലും ഉടനെ പോയിട്ട് കണ്ണ് വാഷ് ചെയ്യരുത്. അതെല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് അങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ആ മെഡിസിൻ അങ്ങനെ തന്നെ പോകും. അത് ഒരിക്കലും ചെയ്യരുത്. ഒരു തുണി വെച്ചിട്ട് നമ്മൾ മുകളിലും താഴെയും, അല്ലെങ്കിൽ കണ്ണീര് ഒരുപാട് വരുന്ന നമുക്ക് ഒരു ഇറിറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഈ ഭാഗത്ത് വെച്ച് ഒന്ന് തുടച്ച് കളയാൻ മാത്രം ചെയ്താൽ മതി. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കഴുകൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് ആ മെഡിസിൻ പോകും എന്നുള്ളതാണ്. അതിന്റെ ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. ഓക്കെ. പിന്നെ ചെയ്യുന്ന ഒരു തെറ്റാണ് നമ്മൾ 2 കണ്ണിലും ഒരേ വിരൽ വെച്ചിട്ട് തന്നെ എഴുതുന്നത്. അതും തെറ്റാണ്. ഒരിക്കലും നമ്മൾ ഒരു കണ്ണിൽ നമ്മൾ യൂസ് ചെയ്ത വിരല് നമ്മൾ പിറ്റത്തെ കണ്ണിലും യൂസ് ചെയ്യരുത്. കാരണം ഒരു കണ്ണിൽ എന്തെങ്കിലും ഒരു രോഗം ഉണ്ടെങ്കിൽ അത് നമുക്ക് മറ്റേ കണ്ണിലേക്കും വരാനുള്ള സാധ്യതയുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണല്ലേ എന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഒരു കണ്ണിലും ഉള്ള രോഗങ്ങൾ ചിലപ്പോൾ മറ്റു കണ്ണിൽ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അത് പകരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഈ എപ്പിസോഡില് നമ്മൾ ഈ ഒരു ഇളനീർ കുഴമ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രീതി, അതേപോലെ തന്നെ എത്ര തുള്ളി ഉപയോഗിക്കണം, ഏതൊക്കെ രോഗാവസ്ഥകളിൽ നമുക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഇളനീർ കുഴമ്പിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പൊ താങ്ക് യു സോ മച്ച് ഇത്ര നേരം കണ്ടിരുന്നതിന്. അതുപോലെ നിങ്ങളുടെ ഇനിയും വരുന്ന നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിലും ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. താങ്ക് യു.